ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ മാറാതെ കുറേ നാൾ ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് കംപ്ലൈൻറ്റ്? അതായത് വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ മാറേണ്ട ഒരു പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ, ചില വാഹനങ്ങൾക്ക് 15,000 കിലോമീറ്റർ. അത് ഓരോ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ ഈ പറയുന്ന ഒരു കിലോമീറ്ററിൽ നമ്മൾ റീപ്ലേസ് ചെയ്തില്ല, പക്ഷേ വാഹനം ഓടിച്ചിട്ട് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നുമില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വാഹനം ഇതുപോലെ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 വർഷവും 25,000 കിലോമീറ്റർ ഓടിയൊരു വാഹനം വന്നായിരുന്നു. അപ്പം കുറച്ച് പേരെങ്കിലും ഞെട്ടുമായിരിക്കും. കാരണം 25,000 കിലോമീറ്റർ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ മാറിയില്ല, വാഹനം ഇപ്പോഴും ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടി, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ സ്റ്റിക്ക് എടുത്ത് കഴിയുമ്പോൾ കുറേ തേങ്ങാപ്പീര ഇവിടെ ഇരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരു വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിൻ ഓയിൽ ഒരല്പം ഉള്ളിടത്തോളം കാലം വെച്ച് അത് ഓടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വാഹനത്തിൻ്റെ എൻജിന് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് തേയ്മാനം സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ഇതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും എണ്ണയിലൊക്കെ വറക്കാനോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഓയിൽ ചൂടാകുന്നുണ്ട്. ഇത് കുറേ ചൂടായി, അതായത് നമ്മൾ ഈ ബജിക്കടയിലൊക്കെ പോയി കഴിയുമ്പോൾ കാണാം, അവർ ആ ഓയിൽ തന്നെ ചിലപ്പം റീഫിൽ ചെയ്യും, ചിലർ കളയും. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇത് ചൂടായിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഇതിനകത്തും നമ്മൾ ഇടുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഒരു പപ്പടം വറക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിഞ്ഞ് ഈ ഓയിലിന് കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കറക്റ്റ് ടൈമിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തോണം. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിനകത്ത് മുഴുവൻ, അതായത് ആ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിന് മുഴുവൻ ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതായത് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് ഈ ഒരു ഓയിൽ ഫുൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഭാഗത്തു നിന്നും വരുന്ന കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഈ എൻജിൻ ഓയിൽ തന്നെയാണ് ശേഖരിച്ച് താഴെ കൊണ്ടുവരുന്നത്, സമ്പിനകത്ത് കൊണ്ടുവരും. ഇത് ഓയിൽ ഫിൽറ്ററിനകത്തൂടെ കയറി ഒന്നുകൂടെ റീസർക്കുലേറ്റ് ചെയ്ത്, അതായത് ഓയിൽ ഫിൽറ്ററിനകത്തോട്ട് കയറുന്ന സമയത്ത് അത് ഫിൽറ്റർ ചെയ്താണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഒരു സമയം എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഓയിൽ ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ആവും. കാരണം 10,000 കിലോമീറ്റർ ആണ് മാക്സിമം ഒരു ലൈഫ്, അല്ലെങ്കിൽ ആ എൻജിൻ ഓയിലിൻ്റെ ഒരു കാലാവധി പറയുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് മാറിയില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഈ ഓയിൽ കുറുകും, ഈ ഓയിൽ പല സ്ഥലത്തോട്ടും ചെല്ലത്തില്ല. അതായത് നമ്മളിപ്പോൾ 2 മെറ്റൽ പോർഷൻ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന ഒരുപാട് പോർഷൻസ് നമ്മുടെ വാഹനത്തിൽ തന്നെ ഉണ്ട്, ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഓയിൽ കട്ടിയായി കഴിഞ്ഞാൽ ഈ സ്മൂത്ത്നെസ് അങ്ങ് കുറയും. പിന്നെ ഇതിനകത്തോട്ട് ഓയിൽ കയറാതെ വരും, ഈ മെറ്റലും തമ്മിൽ ഒരയും. അന്നേരം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, തേയ്മാനം, വേറുണ്ടാവും. അങ്ങനെ വേറുണ്ടാകുമ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് കംപ്ലൈൻറ്റ് വരുന്നത്, എഞ്ചിന് സൗണ്ട് വരുന്നത്, എഞ്ചിന് ഓരോ പ്രോബ്ലംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ലാഭമാണ് നോക്കുന്നത്, ഓർത്തോണം. ഒന്നെങ്കിൽ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാഭം നോക്കിയായിരിക്കും നമ്മൾ ഓയിൽ മാറാത്തത്. 1 വർഷം കഴിയുമ്പോൾ എന്തിന് മാറണം, എൻ്റെ വാഹനം ആകെപ്പാട് 2,000 കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. ഇങ്ങനെ ചോദിക്കുന്ന ആളോട് ഞാൻ തിരിച്ച് പറയുന്നൊരു ഉത്തരവാണ്, നിങ്ങളൊരു മരുന്ന് മേടിച്ചു, ആ മരുന്നിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, നമ്മൾ ഉപയോഗിച്ചില്ല, പിന്നെ എന്തിനാണ് നമ്മളത് കളയുന്നതിൻ്റെ കാര്യം? അല്ലെങ്കിൽ ഒരു തവണ പൊട്ടിച്ചൊരു അല്പമല്ലേ കുടിച്ചുള്ളൂ, പിന്നെ എന്തിനു കളയുന്നു? ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എൻജിൻ ഓയിൽ ആണെങ്കിൽ പോലും, എൻജിൻ ഓയിലുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 1 ഇയർ. ഈ 1 ഇയർ കൂടുമ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്തിരിക്കണം. ഇനി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എൻജിൻ പണി വരെ, അതായത് എൻജിന് കംപ്ലൈൻറ്റ് വന്ന് എൻജിൻ പണി ചെയ്യാൻ റെഡി ആയിക്കോളൂ.